സുധീഷ്, ഇക്കാര്യത്തിൽ മറ്റൊരു സംശയം കൂടി ദൂരീകരിക്കേണ്ടതുണ്ട്. ഗൾഫ് സെക്ടറിൽ മാത്രമാണ് സീസൺ ഉണ്ടാവുന്നത് എന്ന് തോന്നുന്നു. കാരണം കൂടുതൽ കുടുംബസമേതം താമസിക്കുന്നത് ഗൾഫിലാണ്, കൂടുതൽ പ്രവാസികളുടെ എണ്ണവും ഗൾഫിലാണ്. പക്ഷേ യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ സെക്ടറുകളിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സീസണോ വർധനവോ ഉണ്ടാകാത്തത്? ഈ ഗൾഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്പിലും മറ്റും ഗൾഫിനേക്കാൾ ഏറെ ഓപ്പറേഷണൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ യാത്രക്കാർക്ക് തിരഞ്ഞെടുക്കാൻ അനേക ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, പിന്നെ മാത്രമല്ല ഇങ്ങനെ കൂട്ടായുള്ള യാത്രകൾ, അതായത് ഉത്സവ സമയങ്ങൾ അല്ലെങ്കിൽ ഈ വേനലവധി എന്നുള്ളത് പോലെയുള്ള ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്ന അത്രയും ഒരു ബൾക്ക് ട്രാവൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ US പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നില്ല. പിന്നെ ഇപ്പൊ രണ്ടുപേരും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ വിമാന കമ്പനികൾ പ്രത്യേകിച്ച് നമ്മുടെ ദേശീയ വിമാന കമ്പനി മിതമായ നിരക്കിൽ സേവനം അർപ്പിക്കുക എന്ന ഉത്തരവാദിത്വം ദേശീയ വിമാന കമ്പനികൾക്ക് ഉണ്ട്. അതുപോലെ തിരക്ക് വർദ്ധിക്കുന്ന സന്ദർഭങ്ങളിൽ കൂടുതൽ വിമാനം പറത്താനുള്ള ഒരു ബാധ്യതയും ദേശീയ വിമാന കമ്പനിക്കുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ആവശ്യമായ മുൻകാലങ്ങളിലൊക്കെ ശ്രമിച്ചിരുന്നത് പോലുള്ള ഒരു ശ്രമം ഈ സമയങ്ങളിൽ ദേശീയ വിമാന കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല വിമാനയാത്രക്കാരുടെ ആവലാതികൾ ശ്രദ്ധിക്കാൻ ഇന്ന് പ്രത്യേക സംവിധാനങ്ങളില്ല എന്നതും ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ് സുധീഷ്, ഒരു സംശയം കൂടി. അയാട്ട പോലുള്ള സംവിധാനങ്ങൾ അത് എത്രത്തോളം ദുർബലമാണെങ്കിലും എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നതാണെങ്കിലും അയാട്ട പോലുള്ള സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ ഫെയറിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം സാധ്യമാവുന്നില്ല? അയാട്ട ഏർപ്പെടുത്തിയ നിരക്കിനേക്കാളേറെ വർദ്ധിക്കുന്നുണ്ടെങ്കിലാണ് ഇത്തരം കാര്യങ്ങൾ അയാട്ടയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആ ഏരിയയിലുള്ള അയാട്ട ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും വലിയ ആവശ്യമായ തീരുമാനങ്ങൾ എയർലൈനുമായി സംബന്ധിച്ച് ചെയ്യുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ ഏതാണ്ട് 10-20 വർഷക്കാലത്തോളമായി ഇത്തരം ഒരു വിഷയത്തിൽ അയാട്ടയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഇടപെടലുകളോ അല്ലെ ഒരു പരാതി പോയിട്ട് അങ്ങനെയുള്ള ഇടപെടലുകളൊന്നും ഈ രംഗത്ത് ഉണ്ടായിട്ടില്ല. ഈ അയാട്ടയെ പോലുള്ള മറ്റുള്ള ഇത്തരം വേദികളെ സമീപിക്കുന്നതിന് പകരം ഇവിടെ തന്നെ ഇപ്പോ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഓൺലൈൻ വോട്ടവകാശവും മറ്റുള്ളതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിമാന നിരക്ക് നിയന്ത്രിക്കാൻ തീർച്ചയായിട്ടും രംഗത്ത് വരുമായിരുന്നു. അല്ലെങ്കിൽ ഗൾഫിലേക്ക് കൂടുതൽ വിമാനങ്ങൾ പറത്താൻ എയർ ഇന്ത്യയിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവുമായിരുന്നു. അപ്പോ ഇവിടെ ഈ വോട്ട് ബാങ്കായി മാറാത്ത ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രശ്നമായി രാഷ്ട്രീയ നേതൃത്വം കരുതുന്ന ഈ വിഷയത്തിന്റെ ശാശ്വത പരിഹാരത്തിന് ഒന്ന് രണ്ട് അഭിപ്രായമാണ് എനിക്കുള്ളത്. അതായത് അന്താരാഷ്ട്ര വിമാന യാത്രക്കാരന് ഗുണകരമായ രീതിയിൽ ഓപ്പൺ സ്കൈ പോളിസി നടപ്പിൽ വരുത്തുക. അതും അല്ലെങ്കിൽ ഈ സീസൺ സമയങ്ങളിലെങ്കിലും ഈ ബൈലാറ്ററൽ അഗ്രിമെന്റ് ലഘൂകരിച്ച് വിദേശ വിമാന കമ്പനികൾ ആവശ്യപ്പെടുന്ന സീറ്റ് കപ്പാസിറ്റി അനുവദിച്ചു കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും പ്രത്യേകിച്ചുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ ഇതിൽ ആവശ്യമുള്ള ശ്രദ്ധയും ആവലാതികൾ ശ്രദ്ധിക്കുകയും അതിന് ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ ചെയ്യുകയും വേണം എന്നുള്ളതാണ് ഒരു യാത്രക്കാരൻ എന്നുള്ള രീതിയിലും എനിക്ക് ഈ പ്രശ്നത്തെ പറ്റി നിങ്ങളോട് പറയാനുള്ളത്. റൈറ്റ് സുധീഷ്. അസീസ് തിക്കോടി, ഇവിടെ ഇന്ത്യയിൽ വ്യോമയാന രംഗത്ത് കൂടുതൽ വിദേശ നിക്ഷേപത്തിനുള്ള സാധ്യതകൾ സർക്കാരുകൾ അന്വേഷിച്ചുകൊണ്ടിരിപ്പുണ്ട്. മറ്റൊരു കാര്യം, പ്രവാസികളുടെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങളിൽ എത്രമാത്രം സമ്മർദ്ദമുണ്ടാവുന്നുണ്ട്. നമുക്കറിയാം ഒരു എയർ കേരളയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ കേരളത്തിൽ എന്തായി എന്ന്. മറ്റൊരു കാര്യം, പ്രവാസി ഭാരതീയ ദിവസത്തിൽ കുറേ പേരെ വിളിച്ച് ആദരിക്കുകയോ പുരസ്കാരങ്ങൾ പ്രവാസി ഭാരതീയ സമ്മാൻ നൽകുകയോ ചെയ്യുമ്പോഴേക്കും ഈ ആവലാതികളൊക്കെ പ്രവാസികളുടെ നേതാക്കൾ തന്നെ മറന്നുപോവുകയാണ്. ഇവിടെ പ്രവാസി ദിവസം എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഗൾഫിലുള്ള 99% വരുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു പ്രഹസനം മാത്രമാണ്. ഇവിടെ വെറും ഗോഷ്ഠികളിൽ നിന്ന് മാത്രമേ ഒരു സാധാരണക്കാരന്റെ വീക്ഷണത്തിൽ ഈ പ്രവാസി ദിവസത്തിനെ നോക്കിക്കാണാൻ പറ്റുകയുള്ളൂ. കുറച്ച് ആൾക്കാർ അവിടെ വിളിച്ചു വരുത്തുന്നു, അവർ കുറച്ച് ചർച്ചകൾ നടത്തുന്നു, ചില ആൾക്കാർക്ക് പുരസ്കാരങ്ങൾ നൽകുന്നു. അതിനപ്പുറത്തേക്ക് പ്രവാസിയുടെ യഥാർത്ഥ പ്രശ്നങ്ങളോ പ്രവാസിയുടെ യഥാർത്ഥ മുഖമോ പ്രതിഫലിപ്പിക്കാൻ എവിടെ ചർച്ച ചെയ്യുന്നവർക്കോ അത് സംഘടിപ്പിക്കുന്നവർക്കോ കഴിയുന്നില്ല എന്നുള്ള വാസ്തവം. അത് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല. പക്ഷെ അവിടെ പോലും പല അവസരങ്ങളിലും കിട്ടാവുന്ന അവസരങ്ങളിൽ അവിടെയും ഈ പ്രവാസിയുടെ വിമാനയാത്രയെ കുറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇന്നിവിടെ കാലങ്ങളായിട്ട് ഇവിടെ നടന്നിരുന്ന യാത്രാ പ്രശ്നങ്ങളെ കുറിച്ച് ഗവൺമെന്റുകളുടെ മുമ്പിൽ എത്തിച്ചതും സംഘടനകളും അതൊക്കെ തന്നെയാണ്. പക്ഷേ നേരത്തെ ഉബൈദ് പറഞ്ഞ പോലെ രാഷ്ട്രീയമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെയും കടന്നു വരാറുണ്ട്. തനിക്ക് അനുകൂലമെന്ന് തോന്നുന്ന ചില നിലപാടുകൾ എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കാൻ ചില സംഘടനകൾ മടി കാണിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളിൽ ഇവിടെ സംഘടനകൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും ശക്തമായ പ്രതിഷേധം ഒക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ വലിയൊരു മുന്നേറ്റം ആ രീതിയിൽ സംഘടനകൾക്കും അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഇത്തരം മൂവ്മെന്റുകൾക്കും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വലിയൊരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു ജനരോഷം ഉയർത്താൻ ഒരു ഗവൺമെന്റിന്റെ ശ്രദ്ധ അല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരാനൊക്കെ സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ പറഞ്ഞ ഒരു പ്രസക്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്ക് അല്ല പ്രവാസികൾ എന്നുള്ളിടത്താണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം കേരളത്തിലെ ഏതൊരു അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു വിഭാഗത്തിനും അത് എത്ര സംഘടിതമായാലും അസംഘടിതമായാലും അവർക്ക് വോട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനും ഗവൺമെന്റും അധികാരികളും സർക്കാരും തയ്യാറാവുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കാനോ അല്ലെങ്കിൽ ഒരു വനരോധനമായിട്ട് ഇത് അവശേഷിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം എന്ന് പറയുന്നത് അതിന് ശക്തമായ ഒരു വോട്ട് ബാങ്ക് ആകുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്താൻ പറ്റും. അല്ലാത്ത പക്ഷം ഇവിടെ നമ്മൾ ഒരു പ്രവാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ ശബ്ദമുയർത്തുകയും അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എയർ ഇന്ത്യ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഈ വിദേശ വിമാന കമ്പനികൾക്ക് ഒരിക്കലും കുത്തനെ ടിക്കറ്റ് നിരക്ക് കൂട്ടാൻ കഴിയുന്ന ഒരു അവസ്ഥ സംജാതമാവില്ല. പക്ഷെ എയർ ഇന്ത്യ എത്രത്തോളം അതിന് വില്ലിംഗ് ആവുന്നു അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വില്ല് വരികയും അത് രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭരണതലത്തിരിക്കുന്ന അധികാരികളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം വരികയും ചെയ്താൽ മാത്രമേ ഈ വെള്ളാനുകളെ നിലക്ക് നിർത്താനും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ രീതിയിലേക്ക് ഇതിനെ തിരിച്ചുകൊണ്ടുപോകാനും വളരെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ്. എയർ ഇന്ത്യ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനെ ബഹിഷ്കരിക്കുകയോ അല്ലെങ്കിൽ അത് ഇല്ലാതാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അതിന്റെ പ്രവർത്തനങ്ങളെയും സേവനങ്ങളെയും നവീനവൽക്കരിക്കുകയും അത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുള്ളതാണ്. താങ്കൾ ഈ പറഞ്ഞ പോയിന്റിൽ തന്നെ തുടങ്ങാം. ഉബൈദ് എടവണ്ണ, ഇവിടെ വിദേശ കമ്പനികൾക്ക് കൂടുതൽ സീറ്റുകൾ സർവീസുകൾ അനുവദിക്കാത്ത വിഷയം ഉയരുമ്പോൾ ഒരുപക്ഷെ അധികൃതർ അതിനുവേണ്ടി വാദിക്കുക അത് എയർ ഇന്ത്യയെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും അത്തരം ഒരു വാദം, അതായത് ഒരു ഇരട്ടത്താപ്പാണ് അധികൃതർ നടത്തുന്നത്. ഒരേ സമയം ദേശീയ വിമാന കമ്പനിയെ സംരക്ഷിക്കാൻ എന്ന പേരിൽ വിദേശ കമ്പനികൾക്ക് കൂടുതൽ സീറ്റ് അനുവദിക്കാതിരിക്കുക, മറിച്ച് അതേസമയം തന്നെ എയർ ഇന്ത്യയെ ഒരു കറവ പശുവാക്കി ഒരു വെള്ളാനയാക്കി നിലനിർത്തുക. തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശരിക്കും ഒരു ഇരട്ടത്താപ്പ് നയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ എയർ ഇന്ത്യയെ തകർക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോഴത്തെ ഈ മോഡി സർക്കാരിൽ നിന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. വിദേശ മൂലധനം കടന്നു വരുന്നവർ നമുക്കറിയാം എല്ലാ മേഖലകളിലും അവരുടെ അധികാര കേന്ദ്രമായി മാറുമെന്നുള്ളത്. കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി അധികാരത്തിലേറിയ മോദിയുടെ രണ്ടാമത്തെ ദിവസത്തെ തീരുമാനം തന്നെ തീർച്ചയായിട്ടും നമ്മുടെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത്, ഇന്ത്യ രാജ്യത്തിന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. യാതൊരു സംശയമില്ല. മെല്ലെ മെല്ലെ എല്ലാ മേഖലകളിലും ഈ കടന്നുകയറ്റം വ്യോമയാന മേഖലയെ മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് പ്രതിരോധ മേഖലയെ കൂടി അത് ബാധിച്ചു എന്നുള്ളതാണ്. പ്രതിരോധ മേഖലയിലൊക്കെ 100% കോർപ്പറേറ്റുകൾക്ക് വിദേശ കുത്തകകൾക്ക് അടിയറ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സുധീഷ് ടി പി, ഇവിടെ നിലവിലുള്ള ഓപ്പറേറ്റർമാർക്ക്, വിദേശ ഓപ്പറേറ്റർമാർക്ക് കൂടുതൽ സീറ്റ് അനുവദിക്കുന്ന പ്രശ്നം നിലനിൽക്കുന്നു. മറ്റൊരു വശത്ത് വ്യോമയാന മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കാൻ കഴിഞ്ഞ UPA സർക്കാർ തീരുമാനമെടുത്തിരുന്നു. അത്തരം തീരുമാനങ്ങളായി മുന്നോട്ട് പോകുമ്പോൾ വിദേശ നിക്ഷേപം വരുന്നതുകൊണ്ട് യാത്രാ ചെലവിൽ എന്തെങ്കിലും കുറവുണ്ടാകുമോ? അത് പ്രവാസികൾക്ക് ഗുണകരമാകുമോ? അതേസമയം വിദേശ ഓപ്പറേറ്റർമാർക്ക് കൂടുതൽ സീറ്റുകൾ അനുവദിക്കുന്നതിൽ നിലവിൽ എന്ത് തടസ്സമാണ് നിലനിൽക്കുന്നത്? ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള സീറ്റ് ഓപ്പറേഷന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് ബയലാറ്ററൽ അഗ്രിമെന്റ് പ്രകാരമാണ്. അതിൽ വിമാന കമ്പനികൾ മാത്രം എടുക്കുന്ന തീരുമാനങ്ങളല്ല. അപ്പൊ ഗവൺമെന്റുകൾ തമ്മിൽ തീരുമാനിക്കുന്ന ഈ ഒരു അവസ്ഥ അത് പുനർനിർണയിക്കുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. അതിനിടയിൽ അതിനൊക്കെ വളരെ കൂടുതലായിട്ടാണ് ഈ തിരക്ക് വർധന വരുന്നത്. അപ്പൊ അതിന് ആനുപാതികമായി വർദ്ധിക്കുന്ന തിരക്കിനനുസരിച്ച് അത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതല്ലെങ്കിലും സീസൺ സമയങ്ങളിലെങ്കിലും ഇത്തരം ഒന്നുകിൽ നാഷണൽ കാരിയറിന് അങ്ങനെ
ഓപ്പറേറ്റ് ചെയ്യാനുള്ള അതിനുള്ള കഴിവോ അല്ലെ അതിനുള്ള സംവിധാനമുണ്ടോ എന്ന് പരിശോധിച്ച് ഇല്ലെങ്കിൽ യാത്രക്കാരന് പൂർണ്ണമായും അമിത നിരക്ക് ഒഴിവാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്ന ഓപ്ഷനായ ഈ ഫോറിൻ കാരിയേഴ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് കാരിയേഴ്സ് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി കൊടുക്കുക. കാരണം കോമ്പറ്റീഷൻ കൂടിയാൽ തീർച്ചയായിട്ടും റേറ്റിൽ കുറവ് വരുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ദേശീയ വിമാന കമ്പനിക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അതിനുള്ള സംവിധാനവും കാര്യക്ഷമതയുള്ള മറ്റുള്ള വിമാന കമ്പനികൾക്ക് ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ന് അനുഭവപ്പെടുന്ന രീതിയിലുള്ള ഈ 3 ഇരട്ടിയും 4 ഇരട്ടിയും ഉള്ള വർധന തീർച്ചയായും കുറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചായിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമം അതായിരിക്കണം പ്രവാസി സംഘടനകൾ അതുപോലെ ഇപ്പോ നമ്മുടെ ക്ഷേമത്തിനായി നിങ്ങളെപ്പോലെ തൽപരരായ മാധ്യമങ്ങളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ ഇത് കാലാകാലമായിട്ട് കഴിഞ്ഞ ഏതാണ്ട് 2 പതിറ്റാണ്ടിലേറെ കാലമായി പ്രവാസിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായി യാത്രാക്ലേശം നിൽക്കുന്നു. അത് ഇന്നും യാതൊരു വ്യത്യാസമില്ല. അതല്ലെങ്കിൽ അത് കൂടുതൽ സുധീഷിന്റെ ചോദ്യത്തിന് രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം ഇതാണ്: ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന വിമാന കമ്പനികളിൽ വിദേശ നിക്ഷേപം അനുവദിക്കുന്നതിനുള്ള നീക്കങ്ങൾ, വിദേശ നിക്ഷേപ പരിധി ഉയർത്തുന്നതിനുള്ള നീക്കങ്ങളും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ എങ്ങനെ ഗൾഫ് സെക്ടറിനെ, ഗൾഫിലെ പ്രവാസികളെ സ്വാധീനിക്കും? തീർച്ചയായും ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വർദ്ധിച്ചു വരുന്ന ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന അറബ് ലോകത്തുള്ള വിമാന കമ്പനികളാണ്. കാര്യക്ഷമതയുടെ കാര്യത്തിലായാലും ശരി, സർവീസിന്റെ കാര്യത്തിലായാലും ശരി, ഇവർ കാണിക്കുന്ന ഈ ഒരു മേന്മ അത് നമ്മളെ ഇന്ത്യൻ കമ്പനികളിൽ ഇന്ത്യൻ യാത്രക്കാരിലേക്കും ഇതിന് ഈ വർദ്ധിച്ചു വരുന്ന സെക്ടറുകളിലേക്ക് ഇന്ത്യൻ ഓപ്പറേറ്റേഴ്സിന്റെ അസോസിയേഷനോട് കൂടിയാണെങ്കിലും ഇപ്പൊ ഉദാഹരണത്തിന് എത്തിഹാദ് ജെറ്റ് എയർവേസ് അസോസിയേഷൻ പോലുള്ള മറ്റുള്ള എയർലൈനുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനോ അല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനങ്ങളിൽ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ ഒരു പരിഹാരം ഉണ്ടാകുന്ന കാര്യത്തിൽ തീർച്ചയാണ്. അത് അറ്റ്ലീസ്റ്റ് തുടക്കത്തിൽ അങ്ങനെ ഒരു സംവിധാനം എടുത്തതിന് ശേഷം എയർ ഇന്ത്യ അല്ലെ നമ്മളെ നാഷണൽ കമ്പനികൾക്കല്ലേ നമ്മളെ നാട്ടിലുള്ള പ്രൈവറ്റ് എയർലൈനുകൾക്ക് ഗുണകരമാകുന്ന രൂപത്തിൽ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്യാൻ. വളരെയധികം നന്ദി. ടി.പി. സുധീഷ്, ഉബൈദ് എടവണ്ണ, അസീസ് തിക്കോടി ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കുവൈത്തിൽ താമസ പ്രദേശങ്ങളിലെ കഫറ്റീരിയകൾക്ക് ഇനി മുതൽ അർദ്ധരാത്രിക്ക് മുമ്പ് അടയ്ക്കണം. ഉത്തരവ് പുതിയ പൊതുസുരക്ഷാ വകുപ്പ് മേധാവിയുടേത്. അർദ്ധരാത്രിയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക ലക്ഷ്യം. ഒമാൻ വിദേശകാര്യമന്ത്രി യൂസഫ് ബിൻ അലാവി ഇന്ത്യയിൽ. വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. യൂസഫ് ബിൻ അലാവി മോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യയിലെത്തുന്ന ആദ്യ വിദേശ പ്രതിനിധി. സൗദിയിൽ വിദേശികൾക്കും സ്വദേശികൾക്കും ഇത്തവണ കുറഞ്ഞ ചെലവിൽ ഹജ്ജ് നിർവഹിക്കാം. അവസരമൊരുക്കുന്നത് സൗദി ഹജ്ജ് മന്ത്രാലയം. അപേക്ഷ നൽകേണ്ടത് ഹജ്ജ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ഗോപിനാഥ് മുണ്ടെ അന്തരിച്ചു. മരണം ഡൽഹിയിലുണ്ടായ വാഹനാപകടത്തിൽ. മരണകാരണം അപകടത്തെ തുടർന്നുണ്ടായ ഹൃദയാഘാതമെന്ന് ഡോക്ടർമാർ. സംസ്കാരം നാളെ വൈകുന്നേരം മഹാരാഷ്ട്രയിലെ ജന്മനാട്ടിൽ. അപകടത്തെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്ന് മഹാരാഷ്ട്ര BJP. ന്യൂസ് സമാപിക്കുന്നു. ശുഭരാത്രി.